ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്താൽ ഇതുപോലുള്ള എൻ്റെ വീഡിയോസ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. ഒന്നാമത് ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഏലിയൻ റൂമിലസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ നവംബർ മാസം 21-ാം തീയതി 4 ഭാഷകളിലായിട്ട് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടായിരിക്കും റിലീസ് ചെയ്യുക. അടുത്ത ഒരു സീരീസാണ്, ഒരു ഡോക്യുമെൻ്ററി സീരീസ് ആയിരുന്നു നെറ്റ്ഫ്ലിക്സിൻ്റെ നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽസ് എന്ന് പറഞ്ഞ സീരീസ്. ഭയങ്കര വിവാദമൊക്കെ ആയി പോയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു സീരീസിൻ്റെ കാര്യം. അപ്പോൾ ഡോക്യുമെൻ്ററി സീരീസാണ്. നയൻതാരയും വിഘ്നേഷ് ശിവനും ഒക്കെ ഉള്ള അവരുടെ ഒരു ഡോക്യുമെൻ്ററി സീരീസാണ്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളിലായിട്ട് ഈ ഒരു സീരീസ് ഇന്ന് മുതൽ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ഡൈവോഴ്സ് കെ ലിയെ കുച്ച് ബി കരേഗ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. C5 ഈ ഒരു സിനിമ നവംബർ മാസം 29-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അടുത്തത് ധ്യാൻ ശ്രീനിവാസനും അപർണദാസും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന മലയാള സിനിമയായിരുന്നു സീക്രട്ട് എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സിൽ ഇപ്പോൾ ഈ സിനിമയുടെ OTT അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. നവംബർ മാസം 24-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയായിട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മനോരമ മാക്സിൽ ഒരു സിനിമ കൂടി റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. തെക്ക് വടക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, വിനായകൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യേണ്ടായിരുന്നു. 19-ാം തീയതി നവംബർ മാസം 19-ാം തീയതി റിലീസ് ചെയ്യേണ്ടായിരുന്നു. അവരത് പോസ്റ്റ്പോൺ ചെയ്തു. നവംബർ മാസം 21 പറഞ്ഞ ഡേറ്റ് പുറത്തുവിട്ടു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർ പിന്നെ അത് പോസ്റ്റ്പോൺ ചെയ്ത് നവംബർ മാസം 22 എന്നുള്ള ഡേറ്റ് ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ ഫ്ലോപ്പായി പോയ ഒരു സിനിമയായിരുന്നു. ഇപ്പോൾ 22-ാം തീയതി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നത് നവംബർ മാസം 22-ാം തീയതി മനോരമ മാക്സ് വഴി തെക്ക് വടക്കാരുടെ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. മിക്കവാറും അത് ഇനിയും പോസ്റ്റ്പോൺ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ ഒരു തമിഴ് മൂവിയാണ്. വിവേസിനി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ അവൈലബിൾ ആയിരിക്കും. അടുത്തത് ഇന്ന് റിലീസ് ചെയ്ത ഒരു ഫാൻറ്റസി തമിഴ് മൂവിയാണ്. റോക്കറ്റ് ഡ്രൈവർ എന്നാണ് സിനിമയുടെ പേര്. തമിഴ് ഭാഷയിൽ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഒരു ഡ്രാമ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന സിനിമയായിരുന്നു കിഷ്കിന്ധ കാണ്ഡം എന്ന് പറഞ്ഞ സിനിമ. ആസിഫ് അലി, അപർണ ബാലമുരളി, അതുപോലെ തന്നെ വിജയരാഘവൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ ഒരു നല്ല വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മലയാളം അടക്കം എല്ലാ ഭാഷയിലും റിലീസ് ചെയ്യുന്നതാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സിനിമകളൊക്കെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും